കന്യകാമറിയത്തോട് പ്രാർത്ഥിക്കാമോ? കന്യകാമറിയത്തോട് പ്രാർത്ഥിക്കാൻ പാടില്ല. പ്രാർത്ഥിക്കേണ്ടത് നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവത്തോടാണ്. നാം പ്രാർത്ഥിക്കേണ്ടത് പിതാവായ ദൈവത്തോടാണ്. നാം പ്രാർത്ഥിക്കേണ്ടത് പുത്രനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലാണ്. നാം പ്രാർത്ഥിക്കേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താലാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പുത്രൻ്റെ നാമത്തിൽ എന്ന് പറയുമ്പോൾ നമ്മൾ പലരും ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു തെറ്റായ കാര്യമുണ്ട്. നമുക്ക് തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞതിന് ശേഷം പിതാവേ ഇതെല്ലാം പുത്രൻ്റെ നാമത്തിൽ സമർപ്പിക്കുന്നു എന്ന് പറയുന്ന വാക്കാണെന്ന്. നോ, അങ്ങനെ അതല്ല എൻ്റെ അർത്ഥം. ഞാൻ മനസ്സിലായത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഉദാഹരണത്തിന് പോളൂട്ടി ഇരിങ്ങാലോടേക്ക് ഒരു എക്സാമ്പിൾ പറയുന്നതാണ്. പോളൂട്ടി പറയണം, ജോസഫ് എനിക്കൊരു 5000 ഉറുപ്പികയുണ്ടല്ലോ. ഞാൻ പറയുന്നത് എൻ്റെ വീട്ടിൽ ക്യാഷായിട്ടൊന്നും ഇരിപ്പില്ല, അത് ചെക്ക് തരാം. മതി. അങ്ങനെ ഞാൻ 5000 ഉറുപ്പികയുടെ ചെക്ക് എഴുതി പോളൂട്ടിക്ക് കൊടുത്തു. അപ്പോൾ ഇത് എവിടുത്തെ ബാങ്കിലേക്കുള്ളതാ? ഞാൻ പറഞ്ഞത് ഇരിങ്ങാലക്കുടയിലത്തെ ബാങ്കിലേക്കുള്ളതാ. അയ്യോ, അതിന് എനിക്ക് ഇരിങ്ങാലക്കുടയിലെ അക്കൗണ്ടില്ലല്ലോ, ഇരിങ്ങാലക്കുടയിലെ ബാങ്കിൽ ആർക്കും എന്നെ അറിഞ്ഞോളല്ലോ. ഞാൻ പറയുന്നു, നിന്നെ ഇരിങ്ങാലക്കുടയിലുള്ള ആരും അറിയേണ്ട കാര്യമില്ല. നീ ഈ ചെക്കും കൊണ്ട് ഇരിങ്ങാലക്കുട ബാങ്കിൽ അങ്ങ് ചെന്നേച്ചാൽ മതി. കാരണം ഇരിങ്ങാലക്കുടയിലുള്ള ബാങ്കുകാർക്ക് എൻ്റെ കയ്യെഴുത്ത് കാണുമ്പോൾ, എൻ്റെ ഒപ്പ് കാണുമ്പോൾ മനസ്സിലാവും അവർ. ക്രിസ്തുവിനെ ഞാൻ അറിഞ്ഞതുകൊണ്ട് ഒരു കാര്യമില്ല. പുത്രനായ ക്രിസ്തു എന്നെ അറിയണം. മനസ്സിലായോ? ഒരുപാട് ആളുകൾ കർത്താവിന്റെ അടുക്കൽ ചെന്നിട്ട് അന്ന് പറയും, കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചു, നിന്റെ നാമത്തിൽ ഞങ്ങൾ വീര്യപ്രവൃത്തി ചെയ്തു, നിന്റെ നാമത്തിൽ ഞങ്ങള് ഭൂതങ്ങളെ പുറത്താക്കി. കർത്താവ് അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ, ഞാൻ നിങ്ങൾ ഒരു കാലത്തും. അപ്പൊ കർത്താവ് അറിയുന്നവരായി മാറണം. കർത്താവ് ആരെ അറിയുക? കർത്താവ് ആരെ അറിയുക? കർത്താവെ കർത്താവ് എന്ന് വിളിക്കുന്നവരെ കർത്താവ് അറിയുമോ? ഇല്ലല്ലോ. അതായത് കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകൾ പാലിക്കും. അപ്പൊ കർത്താവിന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവൻ പുത്രന്റെ നാമത്തിൽ ചോദിച്ചാൽ അത് കണിശമായിട്ടും കിട്ടിയിരിക്കും. ദൈവത്തിന് സ്തോത്രം. അത് ഉറപ്പൊന്നുമില്ല. അല്ലാണ്ട് വായി തോന്നുന്നത് മുഴുവൻ പ്രാർത്ഥിച്ചിട്ട് യേശുവിന്റെ നാമത്തിൽ ആമേൻ എന്ന് കൊട്ടി അവസാനിപ്പിച്ചതുകൊണ്ട് ഒരു വിശേഷമില്ല. എന്ന് വെച്ചാൽ 24 മണിക്കൂർ ഒരു ദിവസത്തിൽ ഉണ്ടായിട്ട് 23.25 മണിക്കൂറും തന്നിഷ്ടപ്രകാരം ജീവിച്ച് 15 മിനിറ്റ് കൊണ്ട് അല്ലേലുയ്യ 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 ശ്വാസം വിടാതെ 150 അല്ലേലുയ്യയും പറഞ്ഞ് പുത്രന്റെ നാമത്തിൽ ഒരു പ്രാർത്ഥനയും പ്രാർത്ഥിച്ചൊന്നും കിട്ടിയെന്ന് കൊള്ള നിർബന്ധം ഇല്ല. ദൈവത്തിന് സ്തോത്രം. നാം പ്രാർത്ഥിക്കേണ്ടത് പിതാവായ ദൈവത്തോടാണ്. കാരണം കർത്താവ് പഠിപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കും, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. സ്വർഗസ്ഥനായ പിതാവിനോടാണ് നാം അപേക്ഷിക്കുന്നത്. പുത്രനായ ക്രിസ്തുവിന്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. മൂന്നാമത്തത്, പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കണം. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണം. ഞാൻ എൻ്റെ ജഡത്തിൽ, എൻ്റെ ബുദ്ധിയിൽ എനിക്ക് എന്താണ് വേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ച് പ്രാർത്ഥിക്കുകയല്ല. എന്നെ പരിശുദ്ധാത്മാവ് തൻ്റെ കരങ്ങളിലെടുത്ത് ഉപയോഗിക്കുമാറ് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന നിശ്ചയമായിട്ടും കേൾക്കപ്പെടും. ദൈവത്തിന് സ്തോത്രം. മറിയം ബഹുമാന്യയായ ഒരു വ്യക്തിയാണ്. ബഹുമാന്യയായ ഒരു വ്യക്തിയാണ്. ഭാഗ്യവതി എന്നാണ് ബൈബിളിൽ അവളെ കുറിച്ച് പറയുന്നത്. ആ അവസ്ഥ ഞാൻ അംഗീകരിക്കുന്നു. എന്നാൽ മറിയം ഒരു മനുഷ്യ സ്ത്രീയാണ്. ഒരു മനുഷ്യനോടല്ല മനുഷ്യൻ പ്രാർത്ഥിക്കേണ്ടത്. സത്യവേദ പുസ്തകത്തിലും POCയിലും ആ ഒരു വാക്യത്തിന് ചില വ്യത്യാസമുണ്ട്. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് നമുക്കൊരു വാക്യം എടുക്കാം. വാക്യം നിങ്ങൾ സത്യവേദ പുസ്തകത്തിൽ നിന്ന് വായിച്ചാട്ടെ. 8-ാം അധ്യായം, ഏശയ്യാ പ്രവചനം 8-ാം അധ്യായം 19-ാം വാക്യം. ആ വെളിച്ചപ്പാടന്മാരോട് ചിലയ്ക്കുകയും ജപിക്കുകയും ചെയ്യുന്ന ലക്ഷണവാദികളോട് അരുളപ്പാട് ചോദിപ്പീൻ എന്ന് അവർ നിങ്ങളോട് പറയുന്നു എങ്കിൽ ജനം തങ്ങളുടെ ദൈവത്തോടല്ലയോ ചോദിക്കേണ്ടത്? ജീവനുള്ളവർക്ക് വേണ്ടി മരിച്ചവരോടോ ചോദിക്കേണ്ടത് എന്ന ഒരു ചോദ്യം. ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് മരിച്ചുപോയവരോടല്ല, ജീവിച്ചിരിക്കുന്ന ദൈവത്തോടാണ്. നമ്മൾ ഏശയ്യാ പ്രവചനം അതിൻ്റെ 8-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ കണ്ടു. അന്ന് ആ നാട്ടിൽ മരിച്ചുപോയവരോട് ആലോചന ചോദിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അത് യഹോവയ്ക്ക് അറിയാമായിരുന്നു. തൻ്റെ ജനമായ ഇസ്രായേൽ ആ തെറ്റ് ചെയ്തിരുന്നു. അത് ചെയ്യുന്നവരോടാണ് പറഞ്ഞത്. ചിലയ്ക്കുകയും ജപിക്കുകയും ചെയ്യുന്ന
വെളിച്ചപ്പാടന്മാരോട് മന്ത്രവാദികളോട് ആലോചന ചോദിക്കുകയില്ലേ എന്ന് ജനം നിങ്ങളോട് ചോദിക്കും. എന്നാൽ നിങ്ങൾ എന്ത് പറയണം? ജനം തങ്ങളുടെ ദൈവത്തോടല്ലയോ ചോദിക്കേണ്ടത്? ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി മരിച്ചവരോടാണോ ചോദിക്കുക? നോക്കണേ, മറിയം ഞാൻ വളരെയധികം ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്തുകൊണ്ട് മറിയത്തെ ഞാൻ ബഹുമാനിക്കുന്നു എന്നതിന് എനിക്കൊരു ന്യായീകരണമുണ്ട്. അതായത് ഞാൻ 994 ദൈവശബ്ദം കേട്ട് ദൈവമകനാകാനുള്ള വിളിക്ക് ചെവി കൊടുത്തത്. പക്ഷെ 94 ഞാൻ ആ ശബ്ദം കേട്ട് കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചുവെങ്കിലും ദൈവേഷ്ടപ്രകാരം സ്നാനം സ്വീകരിച്ച് കത്തോലിക്ക സഭയിൽ നിന്ന് വിട്ട് ദൈവസഭയിൽ അംഗമാകാൻ എനിക്ക് പിന്നെയും 3 കൊല്ലം വേണ്ടി വന്നു. 47 വയസ്സിൽ ദൈവശബ്ദം കേട്ട് എനിക്ക് സ്നാനപ്പെടുവാൻ 3 കൊല്ലം വേണ്ടി വന്നു. എന്നാൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കണം, കന്യക മറിയത്തിന് എത്ര കാലം വേണ്ടി വന്നു എന്ന്. കന്യക മറിയം യൗസേപ്പിനോട് വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ, എന്നാൽ അവർ കൂടി വസിച്ചിട്ടില്ലാത്ത കാലത്ത് ഗബ്രിയേൽ ദൂതനിൽ നിന്ന് ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് അറിയാനിട വന്നു. ആ സമയത്ത് അവൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നീ പറഞ്ഞതുപോലെ ഞാൻ ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കാൻ ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൈവദൂതൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അപ്പോഴത് സംഭവിക്കും. മറിയത്തെ ദൂതൻ സന്ദർശിച്ച വിവരം നാട്ടുകാർക്കൊന്നും അറിയില്ല. പിറ്റേ ദിവസത്തെ പേപ്പറിലൊന്നും അത് ഉണ്ടായിരുന്നില്ല. ഉണ്ടാകില്ലെന്ന് മറിയത്തിന് അറിയാം. മനസ്സിലായോ? മറിയം ഗർഭിണിയായി കാണപ്പെട്ടാൽ, അല്ലെങ്കിൽ അങ്ങനെ കാണപ്പെട്ടപ്പോൾ പ്രതിശ്രുത വരനായ യൗസേപ്പ് എന്ത് ചെയ്യണമെന്ന് തീരുമാനിച്ചത്? രഹസ്യത്തിൽ അവളെ ഉപേക്ഷിക്കാൻ. കാരണം ഇവൾ എവിടുന്നോ പഴച്ച് ഗർഭം ധരിച്ചതാണെന്നാണ് യൗസേപ്പ് പോലും തെറ്റിദ്ധരിച്ചത്. അതുകൊണ്ടാണല്ലോ ദൈവം അവനെ സ്വപ്നത്തിൽ തിരുത്തിയത്. അപ്പോൾ ആ കാലത്ത് അവരുടെ സമ്പ്രദായം അനുസരിച്ച് ഒരു പെൺകുട്ടി അവിഹിതമായ ഗർഭം ധരിച്ച് കണ്ടാൽ അവളെ കല്ലെറിഞ്ഞു കൊല്ലുന്നതാണ് നാട്ടു നടപ്പ്. തൻ്റെ ജീവൻ പോയാലും വേണ്ടില്ല, ദൈവത്തിൻ്റെ ഇഷ്ടം എന്നിൽ നിറവേറണമെന്നും പറഞ്ഞ് 13 വയസ്സ് 14 വയസ്സുള്ളപ്പോൾ തന്നെ ദൈവ ഇഷ്ടത്തിന് കീഴ്പ്പെടുത്തി കൊടുത്ത മറിയം എവിടെ? ദൈവശബ്ദം 47 വയസ്സിൽ കേട്ടിട്ട് 50 വയസ്സ് വരെ സ്നാനം ദീർഘിപ്പിച്ച ദുഷ്ടനായ ഞാൻ എവിടെ? അപ്പോൾ എനിക്ക് മറിയത്തെക്കുറിച്ചുള്ള ബഹുമാനം എത്രയാണെന്ന് വാക്കുകൊണ്ട് നിങ്ങളെ പറഞ്ഞ് ധരിപ്പിക്കാൻ എനിക്കാവില്ല. ഷീ ഈസ് എ റോൾ മോഡൽ ടു മീ. ഞാൻ മറിയത്തെ പോലെ ആകാൻ പരിശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. ദൈവത്തിന് സ്തോത്രം. പക്ഷെ ഞാൻ മറിയത്തോട് പ്രാർത്ഥിക്കുന്നത് നിർത്തി. കാരണം അത് തെറ്റാണെന്ന് ദൈവവചനത്തിലുണ്ട്. കാരണം ഒരു മാർപ്പാപ്പ പറഞ്ഞതുകൊണ്ടൊന്നും മറിയത്തിന് ഉയർക്കാൻ പറ്റില്ല. എപ്പോഴാണ് മരിച്ചവർ ഉയർക്കുക? അത് നാം വ്യക്തമായി അറിഞ്ഞിരിക്കണം. 1 കൊറിന്ത്യർ ലേഖനം 15-ാം അധ്യായം അതിൻ്റെ 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധാപൂർവം വായിച്ചാൽ ഒരു കാര്യം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ക്രിസ്തുവിൻ്റെ ആഗമനത്തിൽ ആണ് മരിച്ചവരുടെ ഉയിർപ്പ് എന്ന്. 1 കൊറിന്ത്യർ ലേഖനം 15-ാം അധ്യായം അതിൻ്റെ 20 മുതലുള്ള വാക്യങ്ങളിൽ കാണുന്നു. എന്നാൽ നിദ്ര പ്രാപിച്ച എല്ലാവരുടെയും ആദ്യഫലമായി ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടു. ഒരു മനുഷ്യൻ വഴി മരണം ഉണ്ടായതുപോലെ ഒരു മനുഷ്യൻ വഴി പുനരുത്ഥാനവും ഉണ്ടായി. 1-ാമത്തെ മനുഷ്യൻ എന്ന് വിളിച്ചിരിക്കുന്ന ആദാമിനെയും 2-ാമത്തെ മനുഷ്യൻ എന്ന് വിളിച്ചിരിക്കുന്നത് ക്രിസ്തുവിനെയും കുറിച്ചാണ്. ആദത്തിൽ എല്ലാവരും മരണത്തിന് അധീനരാകുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും പുനർജീവിക്കും. എന്നാൽ ഓരോരുത്തരും താന്താങ്ങളുടെ ക്രമമനുസരിച്ചായിരിക്കും. എന്താണ് ആ ക്രമം? ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിൻ്റെ വരവിൽ അവനുള്ളവരും. അപ്പൊ ക്രിസ്തുവിന് വേണ്ടി ജീവിച്ചവർ ഉയർക്കുന്നത് എപ്പോഴാണ്? ക്രിസ്തുവിൻ്റെ ആഗമനത്തിൽ, ക്രിസ്തുവിൻ്റെ വരവിൽ. അത് തന്നെയാണ് അപ്പസ്തോലന്മാർ പഠിപ്പിച്ച വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ പറയുന്നത്. അവൻ മരിച്ചവരെയും ജീവിച്ചിരിക്കുന്നവരെയും വിധിക്കുവാൻ വീണ്ടും വരും എന്ന് നാം വിശ്വസിക്കുന്നു. അത് സത്യമാണ്. ദൈവത്തിന് സ്തോത്രം.